നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ 21 കുവൈറ്റ് സന്ദർശിച്ചേക്കും. കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷൈൽ അഹമ്മദ് അൽ സബാഹ് ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തും. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബഹുരാഷ്ട്ര വൻകിട കമ്പനികൾക്ക് നികുതി ഏർപ്പെടുത്തി UAE. ധനമന്ത്രാലയം ഏർപ്പെടുത്തിയത് 15% കോർപ്പറേറ്റ് നികുതി. നികുതി പ്രാബല്യത്തിൽ വരിക ജനുവരി മുതൽ. വിസ നൽകുന്നത് പുനഃസ്ഥാപിച്ചതിന് ശേഷം ഒരു കുടുംബ സന്ദർശന വിസ ലംഘനം പോലും കുവൈറ്റിൽ രേഖപ്പെടുത്തിയില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. 9 മാസം മുമ്പാണ് വിസ നൽകുന്നത് പുനഃസ്ഥാപിച്ചത്. സംസ്ഥാനത്ത് ദുരന്ത നിവാരണത്തിന് കൂടുതൽ വിഹിതം അനുവദിക്കണമെന്ന് കേന്ദ്ര ധനകാര്യ കമ്മീഷനോട് കേരളം. സംസ്ഥാനത്തിനുള്ള നികുതി വിഹിതം 50% ഉയർത്തണമെന്നും ആവശ്യം. വയനാട്ടിൽ 100 വീടുകൾ വെച്ച് നൽകാമെന്ന വാഗ്ദാനത്തിന് കേരളം മറുപടി നൽകിയില്ല എന്ന കുറ്റപ്പെടുത്തലുമായി കർണാടക. സംസ്ഥാന കോൺഗ്രസിലെ നേതൃമാറ്റ വാർത്തകൾ തള്ളി മുതിർന്ന നേതാക്കൾ. നേതൃത്വത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കി ചാണ്ടി ഉമ്മൻ. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ചുമതല നൽകിയില്ലെന്നും ചാണ്ടി ഉമ്മൻ. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ 21 കുവൈറ്റ് സന്ദർശിച്ചേക്കുമെന്ന് സൂചന. ഡിസംബർ 3-ാം വാരം നിശ്ചയിച്ച സൗദി അറേബ്യൻ സന്ദർശനത്തിനിടയിലാണ് മോദിയുടെ കുവൈറ്റ് സന്ദർശനം. കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷൈൽ അഹമ്മദ് അൽ സബാഹ് ഉൾപ്പെടെയുള്ള കുവൈറ്റ് ഭരണ നേതൃത്വവുമായി ചർച്ച നടത്തുന്ന അദ്ദേഹം വൈകിട്ട് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധനയും ചെയ്യും. ഇതുവരെയും ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞയാഴ്ച ഇന്ത്യ സന്ദർശിച്ച കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള യഹിയ കുവൈറ്റ് സന്ദർശിക്കുന്നതിനുള്ള ക്ഷണക്കത്ത് നരേന്ദ്രമോദിക്ക് കൈമാറിയിരുന്നു. 43 വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം. 1981 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കുവൈറ്റ് സന്ദർശിച്ചത്. UAEയിൽ ബഹുരാഷ്ട്ര വൻകിട കമ്പനികൾക്ക് അടുത്ത വർഷം മുതൽ നികുതി ഏർപ്പെടുത്തി. 15% കോർപ്പറേറ്റ് നികുതിയാണ് ധനമന്ത്രാലയം ഏർപ്പെടുത്തിയത്. ഡൊമസ്റ്റിക് മിനിമം ടോപ്പ് അപ്പ് ടാക്സ് എന്ന പേരിലാണ് നികുതി. വൻകിട കമ്പനികൾക്ക് കുറഞ്ഞത് 15% നികുതി നൽകണമെന്ന് നിർദ്ദേശിക്കുന്ന UAE ഉൾപ്പെടെ 136 രാജ്യങ്ങൾ ഒപ്പിട്ട ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ ആഗോള മിനിമം കോർപ്പറേറ്റ് നികുതി കരാറിന്റെ ഭാഗമായാണ് UAE കോർപ്പറേറ്റ് നികുതി ഏർപ്പെടുത്തുന്നത്. നികുതി പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പുള്ള 4 വർഷങ്ങളിൽ 2 വർഷമെങ്കിലും കുറഞ്ഞത് 75 കോടി യൂറോ ലാഭമുള്ള കമ്പനികൾ നികുതി നൽകാൻ ബാധ്യസ്ഥരാണ്. ജനുവരിയിൽ നികുതി പ്രാബല്യത്തിൽ വരും. കുവൈറ്റിൽ വിസ നൽകുന്നത് പുനഃസ്ഥാപിച്ചതിന് ശേഷം കഴിഞ്ഞ 9 മാസത്തിനിടെ ഒരു കുടുംബ സന്ദർശന വിസാ ലംഘനം പോലും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. റെസിഡൻസി ആൻഡ് നാഷണാലിറ്റി അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദ്വാനിയാണ് ഇക്കാര്യം അറിയിച്ചത്. കുവൈറ്റിലേക്ക് ആളുകളെ എളുപ്പത്തിൽ പ്രവേശിപ്പിക്കാനും പുറത്തു കടക്കാനും അനുവദിക്കുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. പുതിയ വിദേശ താമസ നിയമത്തെക്കുറിച്ച് സംസാരിച്ചു. ഒരു കുവൈറ്റ് പൗരൻ ചില രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വിസ ഫീസായി 70 മുതൽ 80 ദിനാർ വരെ അടയ്ക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അതേസമയം ഈ രാജ്യങ്ങളിലെ പൗരന്മാർ സൗജന്യമായാണ് കുവൈറ്റിൽ പ്രവേശിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുവൈറ്റിൽ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് നടപടിക്രമങ്ങൾ ഇതുവരെ പൂർത്തിയാക്കാത്ത വ്യക്തികളോട് ഈ മാസം അവസാനത്തിന് മുമ്പ് അത് ചെയ്യണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ചു. സർക്കാർ ബാങ്കിംഗ് ഇടപാടുകൾ കാലതാമസമോ തടസ്സങ്ങളോ ഇല്ലാതെ സുഗമമായി തുടരുന്നതിന് ഈ പ്രക്രിയ പൂർത്തിയാകേണ്ടത് അത്യാവശ്യമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വ്യക്തികൾ മെറ്റാ പ്ലാറ്റ്ഫോം വഴിയോ സഹേൽ ആപ്ലിക്കേഷൻ വഴിയോ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണമെന്നും തുടർന്ന് നിശ്ചിത തീയതിയിലും സമയത്തും ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് പ്രക്രിയ പൂർത്തിയാക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. ഈ ഘട്ടം പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെടുന്നത് സർക്കാർ ബാങ്കിംഗ് സേവനങ്ങളിലെ അവശ്യ ഇടപാടുകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് കാരണമായേക്കാം. ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും കാര്യക്ഷമമായ പ്രോസസ്സിംഗും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് ഈ ബയോമെട്രിക് ആവശ്യകതകൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. സൗദിയിലെ ജുബൈൽ നടക്കുന്ന യുനെസ്കോയുടെ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ലേണിംഗ് സിറ്റീസിൽ മലയാളി വ്യവസായി സംരംഭകൻ മലപ്പുറം കാളികാവ് പൂങ്ങാട് സ്വദേശി VP സിയാസ് വ്യാവസായിക രംഗത്തെ നവീന വീക്ഷണങ്ങൾ അവതരിപ്പിച്ച് ശ്രദ്ധേയരായി. സൗദിയിലെ ജുബൈലിൽ നടന്ന യുനെസ്കോയുടെ ICLSന്റെ നഗര പഠനങ്ങളെക്കുറിച്ചുള്ള 6ാം അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സുസ്ഥിര കോഴി വളർത്തലിലെ
അത്യാധുനിക സംരംഭങ്ങളെക്കുറിച്ചാണ് സിയാസ് പ്രബന്ധം അവതരിപ്പിച്ചത്. യുനെസ്കോയുടെ 130ഓളം രാജ്യങ്ങൾ പങ്കെടുത്ത കാലാവസ്ഥാ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഗവൺമെൻറ്റുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ എനിക്കവിടെ സമർപ്പിക്കാൻ സാധിച്ചു. യുനെസ്കോ പൈതൃക നഗരങ്ങളായി തിരഞ്ഞെടുത്ത പ്രദേശങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനാണ് അന്താരാഷ്ട്ര സമ്മേളനം സൗദിയിൽ നടന്നത്. സമ്മേളനം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജാവാണ് ഉദ്ഘാടനം ചെയ്തിരുന്നത്. നിലമ്പൂർ പൈതൃക ഗ്രാമത്തിൽ നിന്നുള്ള VP സിയാസ് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ സുസ്ഥിരമായി കോഴി വളർത്തുന്ന രീതിയാണ് അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ നിന്ന് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട നിലമ്പൂർ, തൃശൂർ നഗരങ്ങളെ പ്രതിനിധീകരിച്ച് തൃശൂർ മേയർ MK വർഗീസ്, നിലമ്പൂർ ലേണിംഗ് സിറ്റി പ്രോഗ്രാം ഓഫീസർ V ഉമ്മർകോയ, ടോബി തോമസ്, വർഗീസ് കണ്ടംകുളത്തി തുടങ്ങിയവരും കേരളത്തിൽ നിന്ന് പരിപാടിയിൽ പങ്കെടുത്തു. സുൽഫിക്രോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. സൗദിയിലെ ജുബൈലിൽ അന്താരാഷ്ട്ര ഫുട്വെയർ ആൻഡ് ലെതർ പ്രോഡക്ട്സ് എക്സ്പോയ്ക്ക് ദുബായിൽ തുടക്കമായി. ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലെ ഫെസ്റ്റിവൽ അരീനയിൽ തുടങ്ങിയ പ്രദർശനം 3 ദിവസം നീണ്ടുനിൽക്കും. ഇന്ത്യയിൽ നിന്നും വാണിജ്യ മന്ത്രാലയത്തിലെ ലെതർ എക്സ്പോർട്ട് കൗൺസിലിന്റെ നേതൃത്വത്തിൽ 45 സ്ഥാപനങ്ങൾ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പാദരക്ഷ തുകലുൽപ്പന്ന മേഖലയിൽ നിന്നുള്ള 50-ലേറെ നിർമ്മാതാക്കൾ പങ്കെടുക്കുന്ന പ്രദർശനത്തിൽ 250-ലധികം പ്രശസ്ത ബ്രാൻഡുകൾ അണിനിരത്തിയിട്ടുണ്ട്. 10,000-ലധികം ഉൽപ്പന്നങ്ങളാണ് വിവിധ ബ്രാൻഡുകളിലായി പ്രദർശനത്തിനുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 4,000-ലധികം ട്രേഡ് സന്ദർശകരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യക്ക് പുറമെ ഇറ്റലി, പോർച്ചുഗൽ, ഈജിപ്ത്, സ്പെയിൻ, തായ്ലൻഡ്, പാകിസ്ഥാൻ, UAE, ജോർദാൻ, സിറിയ, തുർക്കി, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ പാദരക്ഷ തുകലുൽപ്പന്ന മേഖലയിൽ നിന്നുള്ള സംരംഭകർ ഇത്തവണ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും വാണിജ്യ മന്ത്രാലയത്തിലെ ലെതർ എക്സ്പോർട്ട് കൗൺസിലിന്റെ നേതൃത്വത്തിൽ 45 സ്ഥാപനങ്ങൾ പ്രദർശനമേളയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. ലെതർ ഉൽപ്പന്ന മേഖലയിലെ ലോകത്തിലെ 2ാമത്തെ വലിയ കയറ്റുമതി രാജ്യം എന്ന നിലയിൽ ദുബായിൽ നടക്കുന്ന ഫുട്വെയർ ആൻഡ് ലെതർ പ്രൊഡക്ട്സ് എക്സ്പോയിലെ സാന്നിധ്യം പ്രസക്തമാണെന്ന് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയത്തിലെ ലെതർ എക്സ്പോർട്ട് കൗൺസിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ R. ശെൽവം IAS പറഞ്ഞു. India is getting the best investment into India. You can say last 20 years the investment was sluggish. Now the investment into India is growing leaps and bounds. All major non-leather footwear manufacturers, they are shifting their production bases to India. Major brands are shifting to India. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ വാണിജ്യ വ്യാപാര വിഭാഗം കോൺസുൽ BG കൃഷ്ണൻ, ബംഗ്ലാദേശ് കോൺസുലേറ്റ് പ്രതിനിധി ആശിഷ് കുമാർ സർക്കാർ, വെരിഫയർ മാനേജിംഗ് ഡയറക്ടർ ജീൻ ജോഷുവ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. അമൃത ന്യൂസ്, ദുബായ്. സൗദിയിലെ ജിദ്ദ ഇസ്ലാമിക് പോർട്ട് ഇന്ത്യയിലെ മുന്ദ്ര തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് പുതിയ കാർഗോ ഷിപ്പിംഗ് സർവീസ് ആരംഭിച്ചതായി സൗദി പോർട്സ് അതോറിറ്റി അറിയിച്ചു. ഗ്ലോബൽ ഫീഡർ ഷിപ്പിംഗ് കമ്പനിയാണ് JRS എന്ന പേരിൽ പുതിയ കാർഗോ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ജിദ്ദ, മുന്ദ്ര തുറമുഖങ്ങൾക്ക് പുറമെ ഈജിപ്തിലെ സോബ്ന, ഒമാനിലെ സലാല എന്നീ തുറമുഖങ്ങളെയും ബന്ധിപ്പിച്ചാണ് 800 കണ്ടെയ്നർ ശേഷിയുള്ള കപ്പൽ ഉപയോഗിച്ച് ഗ്ലോബൽ ഫീഡർ ഷിപ്പിംഗ് കമ്പനി പുതിയ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. UAEയുടെ 53ാം ദേശീയ ദിനത്തിന്റെ ഭാഗമായി ട്രാഫിക് നിയമലംഘനങ്ങളിൽ 50% ഇളവ് നൽകി വിവിധ എമിറേറ്റുകൾ. റാസൽ ഖൈമ, ഫുജൈറ, അജ്മാൻ, അൽ ഖുവൈൻ എന്നീ എമിറേറ്റുകളിലാണ് ഇളവ് അനുവദിച്ചത്. അജ്മാനിൽ ഒക്ടോബർ 31 മുമ്പുള്ള പിഴവുകൾക്ക് ഈ മാസം 15 വരെ ഇളവുണ്ട്. റാസൽ ഖൈമയിൽ ഡിസംബർ 1 മുമ്പുള്ള പിഴവുകളിൽ ഡിസംബർ 31 വരെ ഇളവ് ലഭിക്കും. അൽ ഖൈനയിൽ ഡിസംബർ 1 വരെയുള്ള പിഴകൾ 2025 ജനുവരി 5 തീയതി വരെ ഇളവോടെ അടയ്ക്കാം. ഫുജൈറയിൽ ഡിസംബർ 1 വരെ ഏർപ്പെടുത്തിയ പിഴകൾ അടുത്ത വർഷം ജനുവരി 23 വരെ 50% ഇളവോടെ അടയ്ക്കാം. ഇനി സംസ്ഥാനത്തെ വാർത്തകളിലേക്ക് വന്നാൽ, സംസ്ഥാനത്ത് ദുരന്ത നിവാരണത്തിന് കൂടുതൽ വിഹിതം അനുവദിക്കണമെന്ന് കേന്ദ്ര ധനകാര്യ കമ്മീഷനോട് കേരളം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിനുള്ള നികുതി വിഹിതം 50% ഉയർത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 16ാം ധനകാര്യ കമ്മീഷന്റെ കേരള സന്ദർശന വേളയിലാണ് സംസ്ഥാനം ഇക്കാര്യം മുന്നോട്ട് വെച്ചത്. അടുത്ത 5 വർഷത്തേക്ക് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട നികുതി വിഹിതവും ഗ്രാന്റും ഉൾപ്പെടെ പരിഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാനെത്തിയ 16ാം ധനകാര്യ കമ്മീഷന് മുമ്പാകെയാണ് കേരളം അധിക സഹായം ആവശ്യപ്പെട്ടത്. പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമെന്ന നിലയിൽ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള കേന്ദ്ര വിഹിതം 100% ഉയർത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. തീരശോഷണം, മണ്ണിടിച്ചിൽ, അതിതീവ്ര മഴ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രത്യേക ഗ്രാന്റായി 13,922 കോടി രൂപ അനുവദിക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. ഇതിനു പുറമെ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതം 41% നിന്ന് 50% ഉയർത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടു. ചർച്ചകളുടെ ഭാഗമായി കേരളത്തിലെത്തിയ നീതി ആയോഗ് മുൻ വൈസ് ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗാരിയ ചെയർമാനായ കമ്മീഷന് മുമ്പിലാണ് കേരളം ആവശ്യങ്ങൾ സമർപ്പിച്ചത്.
അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനത്തിൽ കേരള സർക്കാരിൽ നിന്നും ഇതുവരെ മറുപടി ലഭിച്ചില്ല എന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി 100 വീടുകൾ വെച്ച് നൽകാമെന്ന് കർണാടക സർക്കാർ അറിയിച്ചിരുന്നുവെന്നും കത്തിൽ സിദ്ധരാമയ്യ വ്യക്തമാക്കുന്നു. സർക്കാരിന് നൽകിയ വാഗ്ദാനത്തിൽ നാളിതുവരെയായിട്ടും മറുപടി ലഭിച്ചില്ലെന്നും പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും സിദ്ധരാമയ്യ പറയുന്നു. ഇപ്പോഴും വീട് നിർമ്മിക്കാനുള്ള സ്ഥലം പണം കൊടുത്തു വാങ്ങാനും നിർമ്മാണം നടത്താനും കർണാടക സർക്കാർ തയ്യാറാണെന്നും കത്തിൽ സിദ്ധരാമയ്യ വ്യക്തമാക്കി. വീട് നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനത്തിൽ കേരള കർണാടക ചീഫ് സെക്രട്ടറിമാർ നേരത്തെ ചർച്ച നടത്തിയിരുന്നു. വീട് നിർമ്മിച്ചു നൽകാനുള്ള സ്ഥലം സംബന്ധിച്ച വിവരം അറിയിക്കാമെന്ന് അന്നത്തെ ചർച്ചയിൽ കേരള ചീഫ് സെക്രട്ടറി കർണാടകയെ അറിയിക്കുകയും ചെയ്തതാണ്. എന്നാൽ വിവരം കൈമാറാൻ വൈകിയ സാഹചര്യത്തിലാണ് കർണാടക സംസ്ഥാനത്തിന് കത്തയച്ചത്. കേന്ദ്ര ഫണ്ടുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും പ്രതിഷേധങ്ങളും തുടരുന്നതിനിടെയാണ് കർണാടകയുടെ സഹായ വാഗ്ദാനം കേരളം പരിഗണിക്കാതിരുന്നത്. വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായതിനു പിന്നാലെ 100 വീട് നിർമ്മിച്ചു നൽകാമെന്ന് കർണാടക വാഗ്ദാനം ചെയ്തിരുന്നു. ഒപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി 3 IAS ഉദ്യോഗസ്ഥരെ വയനാട്ടിലേക്ക് നിയോഗിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കി ചാണ്ടി ഉമ്മൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മറ്റെല്ലാവർക്കും ചുമതല നൽകിയിട്ടും തനിക്ക് മാത്രം ഒരു ചുമതലയും നൽകിയില്ലെന്നാണ് വിമർശനം. എല്ലാവരെയും ചേർത്തുപിടിച്ച് കൊണ്ടുപോകണം. കെ സുധാകരൻ മാറണമെന്ന അഭിപ്രായം തനിക്കില്ല എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അല്ല, ഞാൻ പറയാം, അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഇവിടെ ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് താഴെത്തട്ടിൽ. അതിന് താഴെത്തട്ട് മുതൽ മേള് വരെ സംഘടന ആളുകളെ ചേർത്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഇവിടെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം അതുണ്ടാകുന്നു. അതിനകത്ത് APCC പ്രസിഡന്റിന് ഉത്തരവാദിത്വം, അദ്ദേഹത്തിന് മാത്രം ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത് അതിൻ്റെ മറുപടിയല്ല. ഇവിടെ എല്ലാവരും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്നിരുന്നു കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റമെന്ന വാർത്തകൾ തള്ളി മുതിർന്ന നേതാക്കൾ. നേതൃത്വത്തിനെതിരായ ചാണ്ടി ഉമ്മന്റെ പരസ്യ പ്രസ്താവനയിൽ VD സതീശൻ വിഭാഗത്തിന് അതൃപ്തി. KPCC അധ്യക്ഷൻ മാറണമെന്ന ചർച്ചകളെ പിന്തുണയ്ക്കാൻ AICCയും തയ്യാറാകുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ സംസ്ഥാനത്ത് കോൺഗ്രസ് പുനഃസംഘടനയെക്കുറിച്ചും നേതൃമാറ്റത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ സജീവമായിരുന്നു. എന്നാൽ കെ സുധാകരൻ നേടിയ വൻ ഭൂരിപക്ഷത്തിന്റെ തിളക്കത്തിൽ KPCC അധ്യക്ഷനെ മാറ്റേണ്ടതില്ല എന്ന തീരുമാനത്തിൽ നേതൃത്വം നിലകൊണ്ടു. തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ മിന്നും വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും VD സതീശൻ, ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടിലേക്ക് മാറിയതോടെ തലമുറ മാറ്റുമെന്ന ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടന്നു. അനാരോഗ്യം ചൂണ്ടിക്കാട്ടി കെ സുധാകരൻ പദവി ഒഴിയട്ടെ എന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുമ്പോൾ യുവനിരയുടെ പിന്തുണയും അതിനുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം VD സതീശൻ ഏകപക്ഷീയമായി കൈക്കൊണ്ടതാണെന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ പുകഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം വ്യക്തമാക്കാമെന്ന നിലപാട് കെ മുരളീധരൻ അടക്കമുള്ളവർ സ്വീകരിച്ചിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തോടെ അത്തരം പരസ്യ പ്രതികരണങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. ഇതോടെ തലമുറ മാറ്റമെന്ന ആവശ്യത്തിന് കൂടുതൽ ശക്തി പ്രാപിച്ചു. എന്നാൽ മറുഭാഗത്ത് മുതിർന്ന നേതാക്കൾ കെ സുധാകരന് പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരന്നു. രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ KPCC അധ്യക്ഷൻ മാറേണ്ടതില്ല എന്ന നിലപാടെടുത്തു. ഇതിനിടെ പാലക്കാട് പ്രചാരണത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയെന്ന ചാണ്ടി ഉമ്മന്റെ പരസ്യ വിമർശനം സതീശൻ വിഭാഗത്തിന് തിരിച്ചടിയായി. ഞാൻ പൊതുസംഘടനയെ പറ്റി പറയാനുള്ള ആളല്ല, ഞാനല്ല അത് പറയേണ്ടത്. അത് KPCC AICC നേതൃത്വമാണ് അത്തരം കാര്യങ്ങൾ പറയാൻ. ഞാൻ അതിലൊന്നും സംസാരിക്കും. എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് വേണ്ടതെന്ന രമേശ് ചെന്നിത്തലയുടെ ഒളിയമ്പും സതീശന് നേരെ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു പാർട്ടിയാകുമ്പോൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോകേണ്ടതാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ചുമതല. തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മനെ പോലുള്ളൊരു MLAക്ക് എല്ലാ MLAമാർക്കും ചാർജ് കൊടുത്തതാണ്. ഞാൻ ബോംബെയിൽ 2 MLAമാർക്ക് ചാർജ് കൊടുത്തപ്പോൾ അവരെ കൂടെ തിരിച്ചു വിളിച്ച് ചാർജ് കൊടുത്തതാണ്. അതേസമയം ചാണ്ടി ഉമ്മന്റെ മനസ്സ് വിഷമിച്ചെങ്കിൽ അത് പരിഹരിക്കുമെന്നാണ് അച്ചടക്ക സമിതി കൺവീനർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാദം. അദ്ദേഹത്തെ പോലെ ഒരാളുടെ ഒരു മനസ്സിന് വിഷമമുണ്ടെങ്കിൽ ആ വിഷമം പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ചാണ്ടി ഉമ്മനുമായി പിണക്കമില്ലെന്നും ഒരു സഹോദരനെ പോലെയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരിക്കുന്നുണ്ടെങ്കിലും പരസ്യ പ്രസ്താവനകളും വിമർശനങ്ങളും ഉയരുന്നത് തലമുറ മാറ്റം ആവശ്യപ്പെടുന്ന സതീശൻ വിഭാഗത്തിന് തിരിച്ചടിയാകുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിലെ ആവാസ വ്യവസ്ഥയിൽ സുപ്രധാന സ്ഥാനമുള്ള കായലാണ് വേമ്പനാട്ട് കായൽ. പശ്ചിമഘട്ടത്തെയും അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ്.
എന്നാൽ വേമ്പനാട് കായൽ ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. എക്കലും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അടിഞ്ഞ് കേരളത്തിന്റെ മത്സ്യസമ്പദ്ഘടനയിലെ പ്രധാന സ്രോതസ്സായിരുന്ന വേമ്പനാട് കായലിന്റെ ശ്വാസം നിലയ്ക്കുന്ന കാഴ്ചകളാണ് ചുറ്റും. വേമ്പനാട്ട് കായലിന്റെ ഇന്നത്തെ അവസ്ഥ ഏറെ ശോചനീയമാണ്. പല ഭാഗങ്ങളിൽ നിന്നായി അടിഞ്ഞുകൂടിയ എക്കലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കായലിന്റെ ഒഴുക്കിനെ തന്നെ തടസ്സപ്പെടുത്തി. ഇതോടെ പ്രതിസന്ധിയിലായത് നിരവധി മത്സ്യത്തൊഴിലാളികളാണ്. എക്കലടിഞ്ഞുകൂടി കായലിലെ 60 ഇനം മത്സ്യങ്ങളാണ് മൺമറഞ്ഞത്. പണിക്ക് പോയിട്ട് ഒന്നും കിട്ടാനില്ല. 500 രൂപ വേണം പണിയെടുക്കാനായിട്ട്, പെട്രോളും ഇതൊക്കെ. അതുള്ളത് കൊണ്ട് അടിച്ചു പോകണതാണ്. ഈ പാലിൻ്റെ പുറത്തേക്ക് കയറി എക്കലിൻ്റെ പുറത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകുന്നത് ഒരുപാട് പാടുപെട്ടാണ് പോകുന്നത്. എല്ലാ കൊല്ലവും ഇങ്ങനെ വന്ന് ഈ എക്കൽ വന്ന് വീണിട്ട് പണിയെടുക്കാൻ പറ്റില്ല. വഞ്ചി അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോരാൻ പറ്റില്ല. വല നിറയെ മീൻ പിടിച്ചിരുന്നവർക്ക് ഇന്ന് ഒരു ദിവസത്തെ വരുമാനത്തിന് പോലുമുള്ള മീൻ ലഭിക്കുന്നില്ല. ഡ്രഡ്ജിംഗ് നടത്തി കായലിന്റെ ആഴം കൂട്ടി നീരൊഴുക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. എന്നാൽ ഇതിനുവേണ്ടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരിടപെടലും ഉണ്ടായിട്ടില്ല. ലോബികളുടെയും രാഷ്ട്രീയക്കാരുടെയും ഇടപെടൽ ഇതിനു പിന്നിൽ ഉണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 21 സാങ്ഷനായെന്ന് പറഞ്ഞതല്ലാതെ 10 പൈസ ഇതിനുവേണ്ടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുത്തിട്ടില്ല. അപ്പം കായലോരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഡ്രഡ്ജ് ചെയ്തത് നീക്കം ചെയ്തില്ല എങ്കിൽ ഇനി തീരദേശത്തുള്ള ജനതയ്ക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് സംബന്ധിച്ച് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയതല്ലാതെ മറ്റു പ്രയോജനങ്ങൾ ഉണ്ടായിട്ടില്ല. ഡ്രഡ്ജിങ്ങിനായിട്ടുള്ള ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും മറ്റു നടപടികൾ തുടർന്നിട്ടില്ല. വേമ്പനാട്ട് കായലിൽ ഇത്തരത്തിൽ എക്കലും മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയിട്ട് വർഷങ്ങളായി. തൊഴിലെടുത്ത് കുടുംബം പോറ്റാനാകാതെ പോയത് നിരവധി മത്സ്യത്തൊഴിലാളികളാണ്. എന്നിട്ടും അധികാരികൾ സ്ഥിരം പല്ലവികൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ്. ക്യാമറാമാൻ പി ശശികാന്തിനൊപ്പം സാരംഗ് PS, അമൃത ന്യൂസ്, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ രാഷ്ട്രപതിക്ക് കത്ത് നൽകിയ അതിജീവിത. കേസിലെ തെളിവുകളടങ്ങിയ മെമ്മറി കാർഡ് തുറന്നതിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി ഉണ്ടായില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നും ഇതുകൊണ്ടാണ് രാഷ്ട്രപതിക്ക് കത്ത് നൽകിയതെന്നും അതിജീവിത പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിന്റെ അന്തിമവാദം നാളെ നടക്കാനിരിക്കെയാണ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിജീവിത രാഷ്ട്രപതിക്ക് കത്ത് നൽകിയത്. കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാന തെളിവുകളടങ്ങിയ മെമ്മറി കാർഡ് തുറന്നു നോക്കിയ സംഭവത്തിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി ഉണ്ടായില്ലെന്നാണ് കത്തിൽ പ്രധാനമായും പറയുന്നത്. ഇതു സംബന്ധിച്ച് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് അതിജീവിതയുടെ ആരോപണം. വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രപതിയാണ്. കത്തിനെ തുടർന്ന് മറ്റു നടപടികൾ ഉണ്ടാകുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അനിശ്ചിതത്വത്തിലാണ്. രാഷ്ട്രപതിയുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. കേസിന്റെ അന്തിമ വിചാരണ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ നടക്കും. 1 മാസത്തിനകം വിചാരണ നടപടി പൂർത്തിയാക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. ഈ മാസം തന്നെ കേസ് തീർപ്പാക്കി ശിക്ഷാ നടപടിയിൽ ഉണ്ടാകാനാണ് സാധ്യത. അമൃത ന്യൂസ്, കൊച്ചി. ഭിന്നതകൾക്കിടെ സമസ്തയുടെ യോഗം നാളെ കോഴിക്കോട് ചേരും. ഭിന്നത പരിഹരിക്കാനായി നേതൃത്വം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വിളിച്ച സമവായ ചർച്ച പാളിയ സാഹചര്യത്തിലാണ് യോഗം. സമസ്തയിലെ ലീഗ് അനുകൂലികളും വിരുദ്ധരും തമ്മിലുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് മുഷാവറ യോഗം കോഴിക്കോട് ചേരുന്നത്. സമസ്തയുടെ കീഴിലുള്ള കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസുമായി ബന്ധപ്പെട്ട് ലീഗും സമസ്തയുമായി ഉണ്ടാക്കിയ ധാരണ പാലിക്കാതെ വന്നതോടെയാണ് സംഘടനയിൽ ഭിന്നിപ്പ് രൂക്ഷമായത്. സമസ്ത വിരുദ്ധ നിലപാടെടുത്ത അബ്ദുൽ ഹക്കീം ഫൈസിയെ വീണ്ടും CIC ജനറൽ സെക്രട്ടറിയാക്കിയത് സമസ്തയിലെ ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചു. ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങളെ പരസ്യമായി വിമർശിച്ച മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം രംഗത്തെത്തിയതോടെ ചേരിതിരിഞ്ഞായി പോരാട്ടം. ഇതിനിടയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യം എരുതിയിൽ എണ്ണയൊഴിച്ചതുപോലെയായി. ഇതോടെയാണ് മുഷാവറ യോഗത്തിന് മുൻപ് സമവായ ചർച്ച വിളിക്കാൻ നേതൃത്വം തീരുമാനിച്ചത്. എന്നാൽ ഒരു വിഭാഗം വിട്ടുനിന്നതോടെ അതും പാളി. നാളെ നടക്കുന്ന മുഷാവറയിൽ നടപടികൾ ആവശ്യപ്പെട്ട് ഇരുവിഭാഗവും രംഗത്തുണ്ട്. എക്കാലത്തും മുസ്ലിം ലീഗിനൊപ്പം നിന്നിരുന്ന സമസ്തയിലുണ്ടാകുന്ന ആഭ്യന്തര സംഘർഷങ്ങൾക്ക് സാമുദായിക സംഘടനയിലെ വിഷയങ്ങൾക്കുമപ്പുറം രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. അതിനാൽ തന്നെ മുഷാവറ യോഗത്തിൽ എന്ത് പരിഹാരം ഉരുത്തിരിയുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോകാതെ ജാഗ്രത പാലിക്കണമെന്ന വികാരം നേതൃത്വത്തിലെ വലിയൊരു വിഭാഗത്തിനുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. ഗഗൻയാൻ ദൗത്യത്തിലെ പേടകം തിരിച്ചിറക്കുന്ന പരീക്ഷണം വിജയകരം. നാവികസേനയുടെ സഹായത്തോടെ പേടകം വീണ്ടെടുത്തു. ഡിസംബർ 6 വിശാഖപട്ടണത്താണ് പരീക്ഷണം നടത്തിയത്. ഗഗൻയാൻ പദ്ധതിയുടെ പരീക്ഷണത്തിൽ നിർണായക ദൗത്യമാണ് ISRO പൂർത്തിയാക്കിയത്. ദൗത്യത്തിനായി ബഹിരാകാശ യാത്രികരെ ഭൂമിയിൽ നിന്ന് അയച്ചതിനു ശേഷം ദൗത്യം പൂർത്തിയാകുമ്പോൾ അവരെ തിരികെ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന സ്പേസ് ക്യാപ്സ്യൂൾ സമുദ്രത്തിലാണ് പതിക്കുക.
കടലിൽ വീഴുന്ന ഈ ക്രൂ മോഡ്യൂളിനെ സുരക്ഷിതമായി വീണ്ടെടുക്കുന്നതിന്റെ പരീക്ഷണമാണ് ഇസ്രോയും നാവികസേനയും ചേർന്ന് നടത്തിയത്. യഥാർത്ഥ ക്രൂ മോഡ്യൂളിന്റെ വലിപ്പത്തിലും രൂപത്തിലും തൂക്കത്തിലുമുള്ള വസ്തു തന്നെയാണ് പരീക്ഷണത്തിനായി ഉപയോഗിച്ചത്. അടുത്ത വർഷം ആദ്യം ആളില്ലാ പരീക്ഷണം നടത്താനിരിക്കെയാണ് ISROയുടെ നേട്ടം. മനുഷ്യനെ വഹിക്കുന്ന ക്രൂ മോഡ്യൂൾ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിച്ച് 3 ദിവസത്തിനു ശേഷം ഭൗമോപരിതലത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ദൗത്യമാണ് ഗഗൻയാൻ. ഇതിനായുള്ള ബഹിരാകാശ യാത്രികരുടെ പരിശീലനം തുടരുകയാണ്. മനുഷ്യരെ ബഹിരാകാശത്തയക്കാനും അതിനുള്ള സാങ്കേതിക വിദ്യയും മികവുമെല്ലാം രാജ്യത്തിനുണ്ടെന്ന് തെളിയിക്കാനുമാണ് പദ്ധതിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. Sharanamritam co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited in association with GDS Upasana Agarbattis. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുന്ന ഭക്തരിൽ തീർത്ഥസ്നാനത്തിന്റെ ഉണർവേയുകയാണ് ഉരക്കുഴി തീർത്ഥം. ശബരിമലയിലേക്ക് എത്തുന്നതിന് തൊട്ടുമുമ്പ് അയ്യപ്പൻ സ്നാനം നടത്തിയ ഉരക്കുഴിയിലെത്തി സ്നാനം നടത്തുന്നത് പുണ്യമായാണ് കാണുന്നത്. അതിനുശേഷമാണ് അയ്യപ്പന്മാർ 18ാം പടി ചവിട്ടി കയറുന്നത്. അഴുതയും പമ്പയും പോലെ അയ്യപ്പ ദർശനത്തിന് മുമ്പ് ഭക്തർ തീർത്ഥസ്നാനത്തിന്റെ പുണ്യം നേടുന്ന ഇടമാണ് ഉരക്കുഴി തീർത്ഥം. മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ ഈ കാനന തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് സന്നിധാനത്തെത്തി എന്നാണ് വിശ്വാസം. സന്നിധാനത്ത് നിന്നും വെറും 900 മീറ്റർ മാത്രം അകലെ പാണ്ടിത്താവളത്തിനടുത്താണ് ഉരക്കുഴി തീർത്ഥം. അതൊരു ഭയങ്കര എന്താ പറയുക, ഒരു എനർജി എന്ന സാധനമാണ്. നമ്മൾ പ്രത്യേകിച്ച് കാനനപാത വഴി നടന്നു വരികയാണ്. അപ്പോൾ അതിനുശേഷം ഇവിടെ വന്നിട്ടൊരു മുങ്ങൽ മൊത്തം ആ യാത്രാ ക്ഷീണം മുഴുവൻ തീർത്ത് അപ്പോൾ നമ്മൾ ഏറ്റവും എന്താ പറയണേ, ഏറ്റവും എനർജറ്റിക്കായിട്ട് ശുദ്ധമായിട്ട് അങ്ങോട്ട് പോവുക. പമ്പയുടെ കൈവഴിയിലെ കുമ്പളം തോട്ടിൽ നിന്ന് പാറക്കെട്ടുകൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്ന ചെറു വെള്ളച്ചാട്ടമാണ് ഉരക്കുഴി തീർത്ഥം. വെള്ളം പതിച്ച് പാറ ഉരൽ പോലെ കുഴിഞ്ഞതിനാൽ ഉരൽക്കുഴി ലോപിച്ച് ഉരക്കുഴിയായി. ഒരു സമയം ഒരാൾക്ക് മാത്രമാണിവിടെ മുങ്ങിക്കുളിക്കാൻ കഴിയുക. ആയിരക്കണക്കിന് ഭക്തരാണ് ദിനവും ഉരക്കുഴിയിലെത്തി സ്നാനം നടത്തുന്നത്. അമൃത ന്യൂസ്, സന്നിധാനം. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്കിടെ തൃശൂരിൽ പ്രതിഷേധം ശക്തം. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ പൂരപ്രേമി സംഘം ഉപവാസ സമരം സംഘടിപ്പിച്ചു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മാർഗനിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പൂരപ്രേമി സംഘത്തിന്റെയും ഉത്സവാഘോഷ കമ്മിറ്റികളുടെയും ഭാരവാഹികൾ ചേർന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകി. കഴിഞ്ഞ ദിവസം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ക്ഷേത്ര കമ്മിറ്റികളെയും ഉത്സവാഘോഷ കമ്മിറ്റികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തൃശൂരിൽ ആചാര സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക പൂരവും നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് പൂരപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ പൂരങ്ങൾ സംരക്ഷിക്കുക എന്ന ആവശ്യവുമായി ഉപവാസം സംഘടിപ്പിച്ചത്. വിവിധ മേളപ്രമാണിമാരടക്കം ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഉപവാസം വൈകിട്ട് 5-ന് സമാപിച്ചു. 2024 നവംബർ മാസത്തിൽ വന്ന ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് വന്ന വിധിയിൽ പൂരപ്രേമി സംഘത്തിനും പൂരപ്രേമികൾക്കും ഭയങ്കരമായ സംശയങ്ങളുണ്ട്. മൃഗസ്നേഹികളുടെ കേസുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വക്കീലാണ് ഇതിൻ്റെ വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാരിൽ ഒരാളായിട്ടുള്ളത്. ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മാർഗനിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൂരപ്രേമി സംഘത്തിന്റെയും ഉത്സവാഘോഷ കമ്മിറ്റികളുടെയും ഭാരവാഹികൾ ചേർന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 13ാം മത്സരം നാളെ. 12ാം മത്സരത്തിൽ ചൈനയുടെ ഡിങ് ലിറൻ ജയിച്ചതോടെ പോയിന്റ് നിലയിൽ ഇന്ത്യയുടെ ഡി ഗുകേഷുമായി ഒപ്പത്തിനൊപ്പമെത്തി. ഇരുവരും 6 പോയിന്റുകൾ വീതം നേടിയിട്ടുണ്ട്. ആദ്യം 7.5 പോയിന്റ് നേടുന്ന ആളാകും വിജയി. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന മത്സരങ്ങൾ ഇരുവർക്കും നിർണായകമാണ്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.